നമസ്കാരം, ന്യൂസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമന്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്കത് വിഷയത്തിലേക്ക് പോവാം. വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിനൊരു വലിയ ശാപമുണ്ട്. ഒരിക്കലും നന്നാകില്ല എന്ന് എവിടുന്നൊക്കെയോ കിട്ടിയിരിക്കുന്ന ശാപം. ഒരുപക്ഷെ കരുണാകരൻ്റെ ശാപമാകാം, ഉമ്മൻചാണ്ടിയുടെ ശാപമാകാം, അതുമല്ല ഇതിനു മുൻപ് തന്നെ പിരിഞ്ഞിട്ട് പോയ ഏതെങ്കിലുമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ശാപമാകാം കോൺഗ്രസിൻ്റെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് തോന്നുന്നത്. കേരളത്തിലെ മാത്രമല്ല, ദേശീയ തലത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഒരു ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ശാപമൊന്നുമില്ല, അതൊരു അനുഗ്രഹമാണ്. കാരണം കുറെ കൂടെ മെച്ചപ്പെട്ട തലങ്ങളിലേക്ക് കോൺഗ്രസ്സുകാർക്ക് എത്തിപ്പെടാനുള്ള അവസരമാണ് ശരിക്കും ദേശീയ കോൺഗ്രസ് സംജാതമാക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ പല മുതിർന്ന നേതാക്കളും നമുക്കറിയാം, ജ്യോതിരാദിത്യ സിന്ധ്യ അടക്കമുള്ള നമ്മുടെ മുൻനിര, അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ള ഒരുമാതിരിപ്പെട്ട മികച്ച നേതാക്കന്മാരെല്ലാവരും ഇപ്പം BJP പോലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. അത് പല നേതാക്കന്മാർക്കും ഇതൊരു ഗേറ്റ് വേ ആണ്. അതായത് BJPയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് വേ പോലെയാണ് അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തിച്ചു വരുന്നത് എന്ന് ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയം അത്യാവശ്യം അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ തിരിച്ച് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നവരുടെ സന്ദീപ് വാര്യരെ പോലുള്ള ചില ബോധമില്ലാത്ത ആളുകൾ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പോട്ടെ. എന്നാൽ ഈ കോൺഗ്രസിന് ഇപ്പം പുതിയൊരു ശാപം കൂടി വന്നിരിക്കുന്നു. അത് മുതിർന്ന നേതാക്കന്മാരാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ പ്രതിരോധിക്കാൻ ഇതിലും വലിയൊരു ആയുധമില്ല എന്നുള്ള നിലയിൽ എടുത്തുപയോഗിച്ചിരുന്ന ഒരു മൂർച്ചയേറിയ ആയുധമാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നാണ് പറയുന്നത്. ആ തുറന്നു പറച്ചിൽ മെയ് 4 ശേഷം ഉണ്ടാകും. അതുപോലെ തന്നെ VM സുധീരൻ എന്ന് പറയുന്ന ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിലെ ആദർശവാദിയായ ഒരു നേതാവായിരിക്കും ഈ പറയുന്ന VM സുധീരൻ. AK ആന്റണിയെ പോലൊന്നുമല്ല, അത് കപട ആദർശവാദിയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന അതായത് നമ്മുടെ ഇന്ത്യൻ സേനയുടെ ഏറ്റവും മോശമായ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ AK ആന്റണി എന്ന് പറയുന്ന ഒരാൾ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പേടിയാണ്. അതായത് സൈന്യത്തെ അപ്ഡേറ്റ് ചെയ്യുക, അതിന് വേണ്ട വെപ്പൺ വാങ്ങുക, അതുപോലെ തുടങ്ങി ഒരുപാട് അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ യാതൊരു സാഹചര്യങ്ങളും ഒരുക്കാൻ AK ആന്റണിയെ കൊണ്ട് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ AK ആന്റണിക്ക് പേടിയാണ്. എന്തെങ്കിലും മേടിച്ച് കഴിയുമ്പോൾ കുംഭകോണം ആരോപണം ഉണ്ടാവും. ആ ആരോപണം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസ് തനിക്ക് എതിരായി തൻ്റെ ആദർശത്തിന് വലിയ മങ്ങലേൽക്കും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രതിരോധ വകുപ്പിനെ അപ്ഡേറ്റ് ചെയ്യാതെ ഒരു 10 വർഷം പിന്നോട്ടടിച്ച ഒരു നേതാവാണ് AK ആന്റണി. അപ്പോൾ അങ്ങനെ AK ആന്റണിയെ പോലെ VM സുധീരൻ കുറച്ചുകൂടെ ഷാർപ്പാണ്, അതോടൊപ്പം തന്നെ ആദർശവാദിയുമാണ്. ആ VM സുധീരന് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. നമുക്കറിയാം, ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ അടുത്ത കാലത്ത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 1, 2, 3 പീഡന കേസിൽ പ്രതിയായവർ പോലും കോൺഗ്രസിന്റെ ഏറ്റവും നല്ല നേതാക്കന്മാരാണ്, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഇവിടുത്തെ സംവിധാനങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നും പറഞ്ഞ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ സകലമാന ഫ്രോഡുകളും കോൺഗ്രസിലുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ ഫ്രോഡ് തരവും കാണിക്കുന്നവർ കോൺഗ്രസിലുണ്ട്. അദ്ദേഹത്തിന്റെ കാറിൽ എവിടെയോ സൂക്ഷിച്ചിരുന്ന 1-1.5 ലക്ഷം രൂപയോ മറ്റോ ആ KPCCയിലെ ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരുത്തനെ എടുത്തുകൊണ്ട് പോയി മോട്ടിച്ചു. എന്ന് വെച്ചാൽ ഒരുത്തനെ പോലും വിശ്വസിക്കാൻ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് കൊള്ളില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ ചീഞ്ഞു നാറുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയിലൂടെ അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാനോ കോൺഗ്രസ് പാർട്ടി ഒരു കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കൊള്ളരുതായ്മകളും വെട്ടിത്തുറന്ന് പറയേണ്ട ദുർവിധി തന്നെ പോലുള്ള നേതാവിനുണ്ടാകുന്നു. ഇതാണ് പറഞ്ഞു വരുന്നത്. VM സുധീരനും എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട്, അതിൽ ബോംബ് പൊട്ടിക്കലാകുമോ എന്നുള്ളതുമാണ്. ഇനിയും ഇത് കൂടാതെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ നമ്മുടെ MK രാഘവൻ ഈ പറയുന്ന MP സ്ഥാനം MP മത്സരിക്കേണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനം വരുന്നു. MP മത്സരിക്കേണ്ട എന്ന് പറയുന്ന തീരുമാനം അത് ഹൈക്കമാൻഡിൽ നിന്നുണ്ടായതാണ്. ആ തീരുമാനവും അതിനപ്പുറത്തെ തീരുമാനവും എല്ലാം ഉണ്ടാകുന്നു. അപ്പം ഇതിനെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, നിങ്ങളടുത്ത് തോൽക്കുന്ന സീറ്റിൽ നിന്ന് മത്സരിക്കുക എന്ന് പറയുന്ന ഒരു ഓഫർ കൂടി കൊടുക്കുന്നു. ഒരു സീറ്റ് ഓഫർ ചെയ്യുന്നു, തോൽക്കുന്ന സീറ്റാണ്. MK രാഘവൻ നിന്നല്ല, MK രാഘവനിൽ ഇനി ആര് നിന്നാലും അവിടെ ജയിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സീറ്റ് വേണമെങ്കിൽ നൽകാൻ, നിങ്ങൾ അവിടെയും ജയിച്ചോളൂ എന്നാണ് പറയുന്നത്.
അപ്പൊ ഇങ്ങനെ പറയുന്ന തന്നെയല്ല അദ്ദേഹം പിന്നെ നമ്മുടെ കടലാസ് പുലി ഉണ്ടല്ലോ, നമ്മുടെ കടലാസ്, അതായത് റബ്ബർ സ്റ്റാമ്പ് KPCCയുടെ പ്രസിഡന്റ് സണ്ണി വക്കീൽ, ആ സണ്ണി വക്കീലിനെ വരെ ഇയാളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രോട്ടോകോൾ മര്യാദ പോലും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാവും? പിന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന വനിതാ നേതാവിനോടൊപ്പവും ബാബു പ്രസാദ് എന്ന് പറയുന്ന DCC അധ്യക്ഷനോടൊപ്പവും ഇരുന്നു കൊണ്ട് മറ്റേ വിളിച്ചല്ലേ? അങ്ങനെ വിളിച്ച ഒരാളല്ലേ ഈ പറയുന്ന KPCC അധ്യക്ഷനായിരുന്ന K സുധാകരൻ? അപ്പോൾ ഇതൊക്കെ അത് കൂട്ടത്തിലുള്ളതാണെന്നേ. ഇത് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറിവിളി ഉണ്ടാവും, പരസ്പരമുള്ള കുത്തലുകൾ ഉണ്ടാവും, ഫ്രോഡുകൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ മറക്കണേ പ്രശോഭ് ഇവിടെ പാലക്കാട്ടുകാരനാണ്, ഷാഫി പറമ്പിലിന്റെ ഉറ്റ തോഴനാണെന്നേ അവൻ പലപ്പോഴായിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ MP എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒരാളാണ്, എനിക്ക് എന്തും കാണിക്കാം അതുകൊണ്ട് എന്ന് താൻ പീഡിപ്പിച്ച ഒരു പെണ്ണിൻ്റെ അടുക്ക തുറന്നു പറയാനുള്ള ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കും. അത് ഈ പറയുന്ന ഒരുത്തൻ കാണിച്ചു കൂട്ടിയതാണ്. വേറൊരുത്തരാണെങ്കിൽ ഈ പറയുന്ന തോന്നിവാസം എല്ലാം കാണിച്ചിട്ട് ഇപ്പം പെരക്കാതിരിപ്പാണ്, എന്നിട്ട് റീൽ ചെയ്ത് പുറത്തേക്ക് വിടും. ഞാനെന്തോ കോൺഗ്രസിൻ്റെ സംരക്ഷകനാണ്, ഞാൻ ഈ പറയുന്ന ഈ കവാടങ്ങൾക്ക് മുമ്പിൽ കാവലാളായി ഞാൻ നിൽക്കുമെന്നൊക്കെ പറയുന്ന പോലുള്ള റീലുകൾ തുറന്ന് അവൻ വിട്ടുകൊണ്ടേയിരിക്കും. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കവാടത്തിന് ഇപ്പുറത്ത് കാവലായി ഞാൻ നിൽക്കും, എന്നെ ഊര് വിലക്ക് കൽപ്പിച്ചിരുന്നാലും ശരി എന്ന് പറയുന്ന ചില സിനിമ ഡയലോഗ് ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അത്ര നല്ല ശുഭകരമായ ഒരു കാലാവസ്ഥയിലൂടെ അല്ല കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ തന്നെ പല വഴിക്ക് കടന്ന് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു വിവാദം, അത് പലയിടങ്ങളിലും പരസ്യമായ ഒരു ചർച്ചയിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുവരെ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അപ്പം വോട്ട് വെട്ടിക്കാതിരിക്കുന്നേ ഉള്ളൂ, വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടില്ല. വോട്ടെണ്ണിക്കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടുമോ, ഇനിയല്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പോലും ഇതുവരെ അറിയില്ല. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അവിടെ പറവൂരിൽ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമാണ്. അവർ പക്ഷേ VD സതീശൻ ജയിക്കുമോ ടൈസൺ മാസ്റ്റർ ജയിക്കുമോ എന്നുള്ള സംശയം അവിടുത്തുകാർക്കുണ്ട്. എന്നാലും ഒരു പൊടിക്ക് VD സതീശന് സാധ്യതയുണ്ട്. ഇനി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വചസ്പതിയും പിന്നെ ജിസ്മോനും ഉൾപ്പെടെയുള്ളവരാണ് ഹരിപ്പാട് മത്സരിക്കുന്നത്. അവിടെയും നായർ വോട്ടുകൾ, ഒരു വലിയ വിഭാഗം വോട്ടുകൾ അങ്ങോട്ടേക്ക് മറിയാനുള്ള സാധ്യത ഹരിപ്പാട് മണ്ഡലത്തിലുണ്ട്. അത് പോകുന്ന സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിക്കായിരിക്കും. അത് ജിസ്മോന് ഗുണം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയുടെയും ഈ പറയുന്ന വിജയത്തിന് ഒരു ചെറിയ ഭീഷണി അവിടെ ഉണ്ടെന്നേ. അപ്പൊ ഇങ്ങനെ രണ്ടുപേരും ഈ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിജയ സാധ്യതയെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ പെട്ടി കിടക്കുന്ന വോട്ടെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി മാറുമോ? അതൊക്കെ ചിന്തിക്കണ്ടേ? ഇതൊക്കെ ചിന്തിക്കാതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തമ്മിലടിക്കുകയാണ്. ഇതാണ് പറയുന്നത്, ഒരിക്കലും ഒരു CPM അല്ലെങ്കിൽ ഒരു CPM പോലെ ഒരു പാർട്ടി ആവാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല. അതിന് എങ്ങനെ ചിന്തിച്ചിരുന്നാലും ശരി. കാരണം അതിന് ഇതുവരെ ഇപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം ജയസാധ്യത കൂടുതലാണെന്ന് ഇപ്പോൾ പറയേണ്ടി വരും. വിജയിക്കാൻ ഒരു പടി കൂടി സാധ്യത കൂടുതലുള്ളത് CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിൽ എപ്പോഴെങ്കിലും മന്ത്രി ചർച്ച നടന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി ചർച്ച നടന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി ആരാകണം ആരെങ്കിലും ചോദിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും? പോട്ടെ, പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടായോ? പോട്ടെ, തോക്കാണെന്ന് വെച്ചു, ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? ഇതുവരെ ചർച്ച ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയെ നടക്കുന്നില്ല CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനകത്ത്. മന്ത്രി കസേര സംബന്ധിച്ച് ഇതുവരെ ഒരു ധാരണ പോലും ആയിട്ടില്ല. അപ്പൊ ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം ഉണ്ടാകും. അത് പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് മുന്നണി യോഗം കൂടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകും. അവർ കൃത്യമായി വളരെ 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 കൃത്യമായി തന്നെ മന്ത്രിമാരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇവിടെ നോക്കൂ, ഇവിടെ റിസൾട്ട് വന്നില്ല, ജയസാധ്യതയില്ല, എന്നിട്ട് പോലും ഇവിടെ മുഖ്യമന്ത്രിക്ക് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാരുടെ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പറിന് വേണ്ടി ജ്യോത്സ്യന്മാരെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണോ എന്തോ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിലെ പ്രശ്നം. തന്നെയുമല്ല, എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് മെയ് 5-ാം തീയതിയിലേക്കാണ്. കാരണം മെയ് 5-ാം തീയതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെയും VM സുധീരന്റെയും MK രാഘവന്റെയും ഒക്കെ ഒരു വലിയ വെളിപ്പെടുത്തലിന് വേണ്ടി കേരളം ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും.